ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയെ കണ്ടു. അവർ വീടുകളിലൊക്കെ ജോലി ചെയ്ത്, അടുക്കള ജോലി ചെയ്ത് അവർ കഴിയുന്നൊരു സ്ത്രീയാണ്. അപ്പം എനിക്കവർ പരിചയമുണ്ടെന്നല്ലാതെ അവരുടെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ചേച്ചിയുടെ ബാക്കി എല്ലാവരൊക്കെ എവിടെയാ, വീട്ടിലുള്ളവരൊക്കെ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ഭർത്താവ് മരിച്ചു മോളെ. ഭർത്താവ് മരിച്ച്, അമ്മ കുട്ടിക്കാലത്തെ മരിച്ചിരുന്നു, പിന്നെ ഭർത്താവ് മരിച്ച് അടുത്ത മാസം അച്ഛനും മരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ഒരു മകനുണ്ടായിരുന്നു. അപ്പം മകൻ്റെ കാര്യം പറഞ്ഞപ്പം അതുവരെ ഞാൻ കണ്ടിരുന്ന ആ ഒരു കാമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഹസ്ബൻഡ് മരിച്ചു, അത് ക്യാൻസർ ആയിരുന്നു, മരിച്ചു കഴിഞ്ഞ് പിന്നെ അച്ഛനും മരിച്ചു, അതിങ്ങനെ പറയുന്നതിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു മുഖത്തൊരു വല്ലാത്തൊരു ഇത് വന്നു, ഒരു വിങ്ങുന്ന ഒരു ഭാവം വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മകൻ കഴിഞ്ഞ വർഷം മരിച്ചു മോളെ. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് കുളത്തിൽ വീണ് മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ആരാ അതിൻ്റെ പിന്നാലെയൊക്കെ പോകാൻ. എനിക്കൊരു മകളേ ഉള്ളൂ. അപ്പോൾ ആങ്ങളെന്ന് പറഞ്ഞാൽ അവൾ മരിക്കുമായിരുന്നു, അത്രയ്ക്ക് ജീവനായിരുന്നു ആങ്ങളെയും പെങ്ങളും തമ്മിൽ. അപ്പം അവൻ്റെ മരണത്തിന് ശേഷം അവൾക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആ കൂടെ അച്ഛനും അപ്പൂപ്പനും കൂടെ മരിച്ചതോടുകൂടി അവൾ വല്ലാത്തൊരു തരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കും, മോളെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ എന്ന് ആലോചിക്കും. അപ്പം അവർക്ക് ആ ഡിപ്രഷൻ ആണെന്നോ അങ്ങനത്തെ ഒന്നും എനിക്കും അറിയില്ല, എന്താണ് ഏത് അവസ്ഥയിൽ കൂടി ആ കുട്ടി പോകുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ചേച്ചി ഒറ്റയ്ക്കല്ലേ വീട്ടിൽ? ഇടയ്ക്കൊക്കെ മകൻ്റെ കുട്ടികൾ വരും, മരുമകളും വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അവർ മകൻ കല്യാണം കഴിച്ചിരുന്നു? കല്യാണം കഴിച്ചിരുന്നു. അവൻ്റെ ഒരു പ്രകാരം ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു പെയിൻ വന്നു. നമ്മുടെ വേദനകളല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, മെക്കാനിക്കലായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ചില കഥകളുണ്ടല്ലോ, നമുക്ക് ഒരു നിമിഷം നമ്മളങ്ങ് നിന്നുപോകും. ആ പയ്യൻ മരിച്ചുപോയ അവരുടെ മകൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അനാഥാലയത്തിൽ നിന്നൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാമെന്ന്. ആ കുട്ടിയെ വീണ്ടും അനാഥയാക്കിയിട്ട് അവനങ്ങ് പോയി. പക്ഷേ നല്ലൊരു അമ്മായിയമ്മ. അപ്പോൾ അവർ പറയായിരുന്നു, ഞാനിപ്പോൾ ജീവിക്കുന്നത് അവൾക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. അവൾക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വലിയ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പം ഞാനിതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവർ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത്, ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. ഞാൻ തളർന്നു പോയാൽ പിന്നെ എൻ്റെ 2 പെൺമക്കൾക്ക് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. നേരും നിറവും തിരിച്ചറിവും എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിട്ട് ഒരു ബന്ധവുമില്ല. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ കൂടെ തന്നെ വരണം. എന്തായാലും പൈസ എന്നൊക്കെ പറയുന്ന സാധനത്തിന് എന്തോരം വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ചില അനുഭവങ്ങളുടെ മുന്നിൽ നമ്മൾ വല്ലാണ്ടായിപ്പോവും. എന്നിട്ട് ആ മകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു മാറ്റം വന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർ ആ ചിരി വീണ്ടെടുത്തു. കാരണം അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അത് ആ ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം നമുക്ക് ചില അവസ്ഥകളുണ്ട്, താങ്ങാൻ തോളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവൂ. താങ്ങാൻ തോളില്ലെങ്കിൽ നമ്മളിനി എന്ത് വലിയ പ്രശ്നം വന്നാലും നമ്മൾ മുന്നോട്ട് പോവും. എന്താണ് അത് നമ്മൾക്ക് അത്രേ ഉള്ളൂ. ആ ഒരു ഇതിന് മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനൊരു അവസ്ഥയിൽ എത്തും മനുഷ്യൻ. ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അത് എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുക. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മേലെ തോണി എന്ന് പറയുന്ന പോലെ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുക. കുറേയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കല്ലായിപ്പോവും, കുറച്ചൊന്ന് കല്ലായിപ്പോവും. പക്ഷേ നമുക്ക് മാത്രമാണോ ഇങ്ങനത്തെ എന്നൊക്കെ ചിന്തിക്കും. ഞാനും അങ്ങനെ ഒരാളാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ആ ഒരു ദിവസമായിരിക്കും വലിയൊരു സങ്കടം പറയാൻ എന്നെ തേടി ഒരാളെത്തുന്നത്. അപ്പം നമ്മളുടെ എന്താ പറയുക, ആയിരിക്കും ദൈവമേ ഇങ്ങനെയുള്ളവളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ എന്നാലോചിക്കും. അപ്പം അത്രേ ഉള്ളൂ, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മേലെ തോണി.